സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം BJP എന്ന് പറയുന്നൊരു പാർട്ടി, സംഘിമിത്രങ്ങളുടെ ഒരു പാർട്ടി ഈ കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് എന്തൊക്കെ വലിയ മാറ്റങ്ങളും എന്തൊക്കെ വലിയ സഹായങ്ങളൊക്കെയാണല്ലേ ചെയ്യുന്നത്. അതിലുള്ള ഓരോ നേതാക്കന്മാരും, സുരേഷ് ഗോപി അടക്കം, ഉള്ളിസുര അടക്കം, അതേപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള രാജീവ് ചന്ദ്രശേഖരൻ അടക്കം എത്രയോ ആളുകൾ എത്രയെത്ര സംഭാവനകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വയനാടുണ്ടായ വലിയ ദുരന്തം നമുക്കറിയാം. ലോകത്തിനെ മുഴുവനും ഞെട്ടിച്ച, ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു വയനാട് ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത്. ആ ചൂരൽമല ദുരന്തത്തിൽ ആ ദുരിത ബാധിതർക്കായിട്ടുള്ള, അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള വായ്പകൾ, അതിൽ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ബന്ധുമിത്രാദികൾ മാത്രമാണ് ബാക്കിയായത്. അതിലും 1-2 പേരൊക്കെ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞ വീടുകൾ പലതിൻ്റെ പണി കഴിഞ്ഞ് ആ വീടുകൾ കിട്ടാനുള്ളൊരു സമയമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവരുടെ ഉറ്റവരും മിത്രങ്ങളും എല്ലാം ആ മണ്ണിനടിയിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പലരുടെയും ജീവനറ്റ ശരീരങ്ങൾ അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിലൊക്കെ ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പോൾ അതിനുശേഷം ഈ ദുരിതബാധിതർക്കായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേരളവും കേന്ദ്രവും എല്ലാം കൊടുക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം, ഒരു വർഷമൊക്കെ പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഇവരെടുത്തിട്ടുള്ള വായ്പകൾ എഴുതി തള്ളാൻ പറ്റില്ല, അത് അടച്ചേ മതിയാകൂ എന്നാണ്. അതായത് കയറിക്കിടക്കാൻ ഇപ്പോഴും നാളിതുവരെയും ഒരു വീട് പോലും ആവാത്ത എത്രയെത്ര പാവങ്ങളുണ്ടെന്നറിയോ. അവരോടൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചേ മതിയാകൂ, അതിനകത്ത് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രകടനം എന്താ, അല്ലെ പ്രഹസനം എന്തായിരുന്നു, അല്ലെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ നയം എന്താണെന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ വിഷയത്തിൽ നമ്മുടെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളായിട്ടുള്ള EDയും കസ്റ്റംസും ഒക്കെ കാണിച്ചിട്ടുള്ള പരിപാടികളും ആ പിറപ്പുകേടുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇവർ കാണിച്ചിട്ടുള്ള പോരാട്ട നാടകങ്ങളും എന്തായിരുന്നു എന്നുള്ളത്, ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല. ഇവർക്ക് വേണ്ടുന്നത് മുസ്ലിം രഹിത രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യാനി രഹിത രാഷ്ട്രമാണ്. മതങ്ങളിൽ ഹിന്ദു മതം മാത്രം മതി എന്നുള്ളൊരു ധാർഷ്ട്യം, ആ ഹിന്ദു മതത്തിനൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടി മാത്രമാണിതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ്. അത് തന്നെയാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ BJP എടുത്തിരിക്കുന്ന നിലപാട്, ഇവരുടെ വായ്പ എന്തായാലും എഴുതി തള്ളില്ല. അവരെങ്ങനെ അടച്ചേ പറ്റും. ബന്ധുക്കൾ എടുത്തതാണെങ്കിലും അവരെടുത്തതാണെങ്കിലും ആരെടുത്തതാണെങ്കിലും ആ എടുത്ത പണം ഉണ്ടെങ്കിൽ അവരത് അടച്ചേ മതിയാകൂ, അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ള രീതിയിലാണ് സംഘിക്കുട്ടന്മാർ മെഴുകുന്നത്. അപ്പോൾ ഇതിൽ സംഘിക്കുട്ടന്മാർക്ക് ഒരു മറുപടിയുമായിട്ട്, അല്ലെങ്കിൽ ഒരു താക്കീതുമായിട്ട് നമ്മുടെ ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതുപോലെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ തന്നെ നിലപാടെടുത്തുകൊണ്ടും നടപടി എടുത്തുകൊണ്ടും ഈ പറയുന്നവന്മാരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ടും പ്രതികരിക്കുന്ന ഒരു ടീമാണ് നമ്മളുടെ ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇരിക്കുന്നത്. ഒരു ചാണകത്തിനും നാളിതുവരെ മെഴുകാൻ സാധിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിസ്സംശയം പറയാം, ആണുങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും BJPയുടെ വെറും മെഴുകലുകൾ അവിടെ നടക്കുന്നില്ല. അപ്പോൾ BJPക്ക് ഈ ഒരു നിലപാടാണ് BJP മുന്നിലേക്ക് വെച്ചത്. അതായത് ഈ പറയുന്ന ദുരിതബാധിതർക്ക് വായ്പ, അവരുടെ വായ്പകൾ ബാങ്കുകളിൽ നിന്ന് എഴുതി തള്ളാൻ സാധിക്കില്ല, അവർ അടച്ചേ മതിയാകൂ, ഘട്ടം ഘട്ടമായിട്ട് അടച്ചേ മതിയാകൂ എന്നാണ് പറഞ്ഞത്. ഈ ഒരു ദുരിതത്തിൽ ആഴ്ന്നു പോയിട്ടുള്ള ആളുകളുടെ മനസ്സ് പോലും മനസ്സിലാക്കാനുള്ള കഴിവും വിവേകവും ഇല്ലാത്ത വെറും ചാണകം തീനികൾ മാത്രമായി പോയല്ലോമാരെന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഹൈക്കോടതിയുടെ മറുപടി എന്താണെന്ന് കേട്ട് നോക്കാം. റിപ്പോർട്ടർ ചാനൽ വന്നതാണ്. ചിറ്റമ്മ നയം വേണ്ട, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. നമുക്കറിയാം, ഹൈക്കോടതി പല വിഷയങ്ങളിലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു തവണ ഹൈക്കോടതി ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇവര് ഈ പറയുന്ന വായ്പ, എടുത്തിട്ടുള്ള വായ്പകൾ അടയ്ക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ബാങ്ക് അക്കൗണ്ട് കാണുമല്ലോ. ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഈ പറയുന്ന വായ്പ തിരിച്ചടയ്ക്കേണ്ടത്. ആ വായ്പ അടയ്ക്കേണ്ട ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ രീതിയിൽ അവരങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അതെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തേക്കാൻ പറഞ്ഞു. നിന്റെയൊക്കെ പരിപാടി അവിടെ വെച്ചാൽ അത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വാർത്തയിൽ എന്താണ് പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. റിപ്പോർട്ടർ, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ ചിറ്റമ്മ നയം വേണ്ടെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വായ്പ എഴുതി തള്ളാൻ പറ്റില്ലെന്ന് പറയാൻ കേന്ദ്ര സർക്കാർ അധികാരമില്ലെന്നും കോടതി ആവർത്തിച്ചു. വായ്പ എഴുതി തള്ളാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നമെന്നും കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ്. ദുരന്തബാധിതരുടെ വായ്പ ഈടാക്കാനുള്ള ബാങ്കുകളുടെ നടപടികൾ സ്റ്റേ ചെയ്തു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, നേരത്തെയും പലതവണ കേന്ദ്രത്തെ ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വായ്പ എഴുതി തള്ളാൻ പറ്റില്ല, അതായത് ബാങ്കുകളാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന കേന്ദ്ര നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. എന്താണ് വിമർശനം?
കേന്ദ്ര സർക്കാർ രാവിലെ ഹൈക്കോടതി അറിയിച്ച കാര്യം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ ആവില്ല എന്ന കാര്യമാണ്. ഇക്കാര്യത്തിന് നിയമപരമായി ഇതിന് വ്യവസ്ഥയില്ല എന്ന നിലപാടാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഈ നിലപാടാണ് സമ്പൂർണ്ണമായും ഹൈക്കോടതി തള്ളുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അല്പസമയം മുമ്പ് ഉയർന്നത്. അതിരൂക്ഷമായ ഭാഷയുള്ള കടുത്ത ഭാഷയുള്ള വിമർശനം, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്നും ഏറ്റവും അങ്ങേറ്റം രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വീഴുകയും ചെയ്തത്. ചിറ്റമ്മ നയം വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോട് ചിറ്റമ്മ നയം വേണ്ട എന്ന് ഹൈക്കോടതി പറയുന്നു. പ്രത്യേകിച്ചും ഗുജറാത്തിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള ദുരന്തബാധിതർക്ക് 1000 കോടിയിലധികം രൂപയുടെ സഹായം നൽകി. പക്ഷേ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം ഇവിടെ നൽകിയിട്ടുമില്ല. അതിലാണ് കേന്ദ്രത്തോട് ഈ രീതിയിൽ കടുത്ത ഭാഷയുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്ന് പറയാനാവില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു. വായ്പ എഴുതിത്തള്ളാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നം. എഴുതിത്തള്ളാനാവില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് പറയാനാവില്ല. ഭരണഘടനയിൽ തന്നെ ഇതിന് വ്യവസ്ഥയുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലുള്ള ഉദ്യോഗസ്ഥർ ഭരണഘടന വായിച്ചിട്ട് വരൂ, എന്നിട്ട് സത്യവാങ്മൂലം തയ്യാറാക്കുക എന്ന് കടുത്ത ഭാഷയിൽ മറ്റൊരു വിമർശനവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. ഉദ്യോഗസ്ഥർ ഭരണഘടന വായിച്ചിട്ടില്ല എന്നും ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചു. ഗുജറാത്തിനും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദുരന്തബാധിതർക്ക് സഹായം നൽകി. നിങ്ങൾ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ അക്കാര്യം വയനാട്ടിലെ ദുരന്തബാധിതരായ ജനങ്ങളോട് പറയുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന കാര്യവും കൂടി നിരീക്ഷണവും കൂടി വിമർശനവും കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തു. കാരുണ്യമല്ല നിങ്ങളോട് തേടുന്നതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് വ്യക്തമാക്കുന്നത്, വിമർശനമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഈ സത്യവാങ്മൂലം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ ചില ബാങ്കുകൾ ജപ്തി നടപടികൾ തുടങ്ങിയിരുന്നു. ഈ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. അത്തരം ഒരു നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നാണ് ബാങ്കുകൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്. കണ്ടില്ലേ, ജപ്തി നടപടികളാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും മറുപടി കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി മറുപടിയാണ്. നിങ്ങൾ ആ വയനാട്ടിലെ ദുരന്തബാധിതരുടെ അടുത്ത് പോയിട്ട് പറയൂ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയൂ. എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കിത് പറയാനുള്ളതെന്നാണ് ഈ പറയുന്ന നമ്മുടെ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത്, നമ്മുടെ ഈ പറയുന്ന ചാണകങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ ചാണകം തീനികൾ അതിനെല്ലാം അനുകൂലിച്ചുകൊണ്ട് തന്നെയും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് ഇതൊക്കെ നന്ദിയുണ്ട് മോദിജി ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ രീതിയിലുള്ളൊരു കമന്റുകൾ ഇടുകയും ഫോട്ടോ ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ ഈ സംഭവത്തെ പറ്റി ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വ്യത്യസ്തമായിട്ടൊരു കഥയുണ്ട്. അതായത് സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ആ ഒരു അഭിനയവും ആ ഒരു കഥയും കൂടി നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് സംസ്ഥാനത്തെ BJPയുടെ നിലപാട്? അല്ല, നോക്കൂ, ഇത് ഒരു പ്രത്യേക ഒരു പ്രശ്നമാണ്. കാരണം ഒരു ബാങ്കിൻ്റെ വായ്പ സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല. അത് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡുണ്ട്, ബാങ്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അത് ലിസ്റ്റഡ് ബാങ്ക് ആയിരിക്കും, പ്രൈവറ്റ് ബാങ്ക് ആയിരിക്കും. അതുകൊണ്ട് ബാങ്കിൻ്റെ അത് ഒരു നഷ്ടമായിട്ട് ബാങ്കിനെ ഫോഴ്സ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു പവറൊന്നുമില്ല. ഇത് ചോദിക്കുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാർക്കും ഇത് മനസ്സിലാവണം. 2014 മുമ്പ് കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്ത് ബാങ്ക് നടപ്പിലാക്കുന്ന ആൾക്കാർ ഫോൺ വഴിയാണ് ലോൺ കൊടുത്തത്. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഫോൺ ബാങ്കിങ്ങും. അതുകൊണ്ട് അതിൻ്റെ കാരണമായിരുന്നു അതായിരുന്നു ഒരു കാരണം ഈ NPAൻ്റെയും ബാങ്ക് തകർന്ന് കിടക്കുന്ന സ്ഥിതിയും. അത് കഴിഞ്ഞിട്ട് ബാങ്കിങ് റിഫോംസ് 2014 തുടങ്ങി കഴിഞ്ഞിട്ട് ബാങ്ക്സ് എല്ലാം ഇന്ന് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എല്ലാം ഇൻഡിപെൻഡൻ്റ്ലി മാനേജ് ബാങ്ക്സാണ്. ഇവരെല്ലാം ഓവർസൈറ്റും അവരെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ബാങ്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഈ ബാങ്ക് മറ്റേത് ചെയ്യണം. ഇതിന് സർക്കാരിന് ഒരു റോളും ഇല്ല, സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെ സംസ്ഥാന സർക്കാരിനൊരു റോളുണ്ട്. അങ്ങനത്തെ അവിടെ വയനാട് ദുരന്തത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ ഒരു സബ്സിഡി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. UP സർക്കാരിൽ യോഗിജി എന്ത് ചെയ്തു? ഫാർമേഴ്സിന് ലോൺ വേവർ UP സർക്കാരല്ലേ അതിൻ്റെ പണം കൊടുത്തത്. ഈ സംസ്ഥാനത്തിൽ ഈ ലോൺ വേവർ ചെയ്യുമ്പോൾ അത് സംസ്ഥാന സർക്കാരാണ്. അയ്യേ, ഇതാണോ രാജീവ് ചന്ദ്രശേഖർ അണ്ണ നിങ്ങളുടെയൊക്കെ താളം? വലിയ രാജാവാണല്ലോ നിങ്ങൾ. വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രതികരിക്കുന്നല്ല, അവരെ തുപ്പിവിടുന്ന ഒരു ടീമാണല്ലോ നിങ്ങൾ. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മെഴുകലാണ്.
കേന്ദ്ര ഗവൺമെന്റിനേക്കാളും മുകളിലാണോ കേരള ഗവൺമെന്റ്? അതുപോലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവരാണോ രാജീവ് ചന്ദ്രശേഖരൻ? നിങ്ങളെല്ലാവരും ഈ കൂട്ടത്തിൽ വരുന്നവരാണ്, ഞങ്ങൾക്കറിയാം. ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കാനുമുള്ള ബോധമൊന്നുമില്ലാത്ത വെറും മെഴുകികൾ മാത്രമാണെന്ന്, വെറും മെഴുകുന്ന ആളുകൾ മാത്രമാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പച്ച പരമാർത്ഥമായിട്ടുള്ള സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വലിയ രീതിയിലുള്ള മെഴുകലുകളിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കേരള ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടത്, കേരള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാ പരിപാടികളിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അത് വലിയ തെറ്റാണ്. കാരണം കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ വേറെ അവസരങ്ങളുണ്ട്. ഇത്രയും നിങ്ങളുടെ ടീം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാർ ഇത്രയും വലിയ ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴല്ല ഈ മെഴുകൽ നടത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ നടത്തേണ്ടത് ഈ ഒരു സമയത്തല്ല. അതൊക്കെ ചെയ്യാൻ വേറെ സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ ചെയ്യണം. ഇപ്പോൾ വന്നിട്ട് എന്ത് ചോദിച്ചാലും കേരള ഗവൺമെൻറ് ആണ് തെറ്റുകാർ. ഇതിപ്പം ചൂരൽമലയിലെ ദുരന്തത്തെപ്പറ്റി ചോദിച്ചാൽ അത് അവിടെ വെള്ളം അഴിച്ചിട്ടത് കേരള ഗവൺമെൻറ് ആണെന്ന് ഇവന്മാർ പറയുമല്ലോ. ഒരു ദുരിതബാധിതർക്ക് അവിടെ ഇത്രയും വലിയ സംഭവം ഉണ്ടായി, ലോകത്തെ മുഴുവൻ നടുക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു ദുരന്തമാണ്. ആ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ആ ദുരന്തം ഇന്ന് റിക്കവർ ആവാതെ നിൽക്കുമ്പോഴും അതിന് വേണ്ടിയിട്ട് നാളിതുവരെ ഒരു അനാ പൈസ കൊടുക്കാൻ തയ്യാറാവാത്ത കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് പറയുകയാണ് ഇനി അത് കൊടുക്കാൻ പറ്റില്ല, അവർ വായ്പ അടച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് പോകുന്നുള്ളത്. അവരുടെ വീട് മൊലിച്ചു പോയി, അവരുടെ കിടപ്പാടം പോയി, അവർ പോലും ഇല്ല. ഇപ്പോൾ ലോൺ എടുത്ത ആളുകൾ പോലും ഇല്ല, അവരുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവരുടെ അടുത്തും പറയുകയാണ് ഈ ലോൺ നിങ്ങൾ അടച്ചേ മതിയാകും എന്നുള്ളത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലേ. ഈ നയവും വെച്ചുകൊണ്ടാണ് ഇവന്മാർ ഈ കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഈ കേരളത്തിലേക്ക് ഇവന്മാരെ വരുത്താതിരിക്കുന്നതിൽ കേരള ഗവൺമെൻറ്, അതായത് നമ്മുടെ ഈ പറയുന്ന വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ മെഴുകലുകൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. ഇതെല്ലാം കണ്ടിട്ട് വേണം ജനങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇനി അടുത്ത തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ്, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്ക് ചെയ്യണം ആർക്ക് ചെയ്യരുത് എന്നുള്ളത് ചിന്തിക്കാനായിട്ട്. ഇനിയും ഒരു അബദ്ധത്തിലേക്ക് ആരും ചാടരുത്. തൃശ്ശൂർകാർക്ക് പറ്റിയൊരു അബദ്ധം നമ്മൾ കണ്ടതാണ്. രാജാവിനെയാണ് ജയിപ്പിച്ചു വിട്ടത്. അവർ സാധാരണ ഒരു പ്രതിനിധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായേനെ. അത് ക്ഷത്രിയ വംശത്തിൽപ്പെട്ട രാജവംശത്തിൽപ്പെട്ട ഒരാളെ ജയിപ്പിച്ചു വിട്ടതുകൊണ്ട്, അയാൾക്ക് പ്രജകളെ കിട്ടാത്തത് കൊണ്ടും, അയാൾക്ക് ഈ കുതിരയും അല്ലെങ്കിൽ ഈ പറയുന്ന സിംഹാസനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് അങ്ങോട്ട് ഭരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഇവരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന രാജാവ് എന്നുള്ളൊരു ബോധം മനസ്സിലുള്ള ആളുകളെ ജയിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവന്മാരുടെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വിഷയത്തിൽ ഇവന്മാർ കാണിച്ചിട്ടുള്ള ചെറ്റത്തരം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. ഈ വിഷയങ്ങളിൽ ഇവന്മാർ കാണിക്കുന്ന അതേ നയം തന്നെയാണ്. ഇത് അധികം നാൾ വില പോവില്ല എന്നുള്ളത് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.